ഭൂരേകൽപദ്രുമസുദുരിതനഹം ചാരുത്മാസനസം വാമാങ്കാരൂഢ ഗൗരി നിബിഡകുജപരാഭോഗാടോപകൂടം സർവാലങ്കാരകന്ധം മരവരിശമൃഗാഭീഷ്ടബാഹും തിരുനേത്രം വന്ദേ ബാലേന്ദുമൗലിം ഗജവദനോഹാഭ്യാം ഉപ ആശിഷ്ടപാർശ്യം ഗജവദനോഹാഭ്യാം ഉപ ആശിഷ്ടപാർശ്യം ഗജവദന ഗുഹാഭ്യാം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാതെ മഹാദേവൻ്റെ എല്ലാ പുത്രന്മാരും വന്നു എന്നാണ്. പഞ്ചാശം വഴിമാനും വരാഭകരം പൂഞ്ചായാലും ഗംഗയും തഞ്ചും സുന്ദരമൂർത്തിയായ സുന്ദരമായ കാരുണ്യവാരാശിയായി അഞ്ചിക്കും ചിരിശിക്കുമായ ഗിരിജയ തണ്ടംഗമേറ്റും തലപ്പുഞ്ച ക്ഷേത്രമഹേശം നൽകുകരം സത്യം ശിവം സുന്ദരം. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പരിഹാരക്രിയകളൊക്കെ നടന്നു വരികയാണ്. അവിടെ കൃത്യമായ രീതിയിൽ തന്നെ കല്ലുവിരിക്കൽ, അതുപോലെ തന്നെ കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന അപൂർവ ക്ഷേത്രം. ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ഭഗവതി സ്വീകരിക്കുന്ന നിവേദ്യത്തിൻ്റെതായ അമൃതാംശം സ്വീകരിക്കുന്നതായ അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന്. 3000-ഓളം വർഷങ്ങൾ പഴക്കമുള്ളതായ ക്ഷേത്രം. നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതായ എന്തിനേയും ക്ഷേത്രം എന്ന് പറയാം. ഭൂഷണമായി കിടക്കുന്ന ഭൂമിയെ കുളിരണിക്കാനൊക്കെ പല ദേശങ്ങളും മഴ പെയ്യുന്നു. നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോൾ വരാൻ പോകുന്നതായ ഉത്സവകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ ഉത്സവകാലങ്ങൾ, തൃക്കാരപ്പൻ്റെ അടക്കമുള്ളതായ ഉത്സവകാലങ്ങൾ, ആറാട്ടുകൾ നടന്നു കഴിഞ്ഞു. വരാൻ പോകുന്നതായ ഉത്സവം തിരുവുത്സവം വരുന്നു. ഏനാനല്ലൂർ മഹിളമാർക്കാവ് ഭഗവതി ക്ഷേത്രം. മന്ത്രം ഉപദേശിച്ചതായ കാവങ്കലെ ശങ്കരപ്പൻ, തൊടുപുഴ ദേശം അടക്കമുള്ളവരെല്ലാം കൊച്ചുകുറ്റി എന്ന് വിളിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പിന്തുണമറയായിക്കൊണ്ട്, അച്ഛനായിക്കൊണ്ട് തുറന്നു വന്നതായ ഒരു തന്ത്രശാസ്ത്രത്തെ പെട്ട രീതിയിൽ തന്നെ നടക്കുന്നതായ ഉത്സവം. അപ്പോൾ നമുക്കറിയാം, അനിയൻ സുനന്ദൻ, ഡോക്ടർ സുനന്ദൻ, അതുപോലെ എം എൻ നാരായണൻ, അനിയൻ മുതലായവരൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഉജ്ജ്വല മുഹൂർത്തത്തോടുകൂടി 29-ാം തീയതി നടക്കുന്നതായ ഉത്സവം. ആദ്യം സർപ്പബലി, സർപ്പപൂജകളൊക്കെ നടക്കുമ്പോൾ അതിനുശേഷം വെളുപ്പിന് 5 മണിയോടുകൂടി തന്നെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം കീഴിലം മരങ്ങാട് കേശവൻ നമ്പൂതിരി നേതൃത്വത്തിൽ നടന്നതിന് ശേഷം ഗണപതിനു ശേഷം മൃത്യുഞ്ജയ ഹോമം നടക്കും. മൃത്യുഞ്ജയത്തിന് ശേഷം ഉടനെ തന്നെ കലശപൂജ 25 കലശം ആരംഭിക്കും. 25 കലശം ആരംഭിച്ചതിന് ശേഷം പഞ്ചമൂർത്തികൾ, പഞ്ചകന്യകളൊക്കെ ആയിക്കൊണ്ട് സ്വരൂപത്തിലുള്ളതായ ശുഞ്ചിമാങ്കുളം അവിടെ അതിന് പ്രത്യേക ആ ഭഗവതികൾക്ക് കലശപൂജ നടക്കും. ആ കലശപൂജയ്ക്ക് ശേഷം ഉജ്ജ്വല മുഹൂർത്തത്തോടുകൂടി നടക്കുന്നതായ ഏനാനല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലെ മകംതൊഴിൽ. എരുതിര വരുന്നവർക്ക് തുരുതിര നൽകുന്നതായ വടക്കോട്ട് ദർശനമായിക്കൊണ്ട് ഉജ്ജ്വല മുഹൂർത്തത്തോടുകൂടി നിഗ്രഹ സ്വരൂപിണിയും അനുഗ്രഹ സ്വരൂപിണിയുമായ ഭദ്രകാളി. രക്താംഗി നത്തവസ്ത്രാം കലിവലവലസൽ കുണ്ടലാം ചണ്ഡനസ്ഥാഹണ്ഡോദ്യന്മുണ്ടമാലാം പരിസലവലസൽഭൂത വൈശാചോർണാം ഘോരാം ഘോരാട്ടഹാസാം കരകരുത കപാലാശിരദ്രാം ത്രിനേത്രാം ശത്രുണാം പ്രാണഹദ്രീം ശിശു ശശിമൂടാം ഭാവയെ ഭദ്രകാളി എന്നുള്ള ധ്യാനപ്രകാരമുള്ളതായ ഏനാനല്ലൂർ മഹിളമാർ കാവ് എന്നാണ് നമ്മൾ പറയുന്നത്. കാവ് എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥകൾ സംരക്ഷിച്ചുകൊണ്ട് നമ്മളൊക്കെ എല്ലാവരും കൂടിക്കൊണ്ട് അവിടെ വടക്കുവശത്തുള്ളതായ കുറച്ച് സ്ഥലം നമ്മൾ കാവിൻ്റെ പേരിൽ വാങ്ങിച്ചു. അവിടെ ഉജ്ജ്വല മുഹൂർത്തത്തോടുകൂടി ധാരാളം പൂങ്കാവനം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും സ്നേഹത്തോടുകൂടി വിളിക്കുന്നതായ വക്കുള്ളി ശാസ്താവ്, അവിടെയും നമ്മൾ കിഴക്കുവശത്തായിക്കൊണ്ട് ഇടതുവശത്ത് താഴെ വലിയൊരു പൂങ്കാവനം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെയും നമ്മൾ കൃഷിസ്ഥലങ്ങൾ അനുയോജ്യമാക്കിക്കൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ലീസിന് കൊടുത്തിട്ടുണ്ട് കൃഷിസ്ഥലങ്ങൾ. ആ കൃഷിസ്ഥലങ്ങൾ വൃത്തിയായും ഭംഗിയായിട്ടും ശുദ്ധത്തോടു കൂടി തന്നെ കൃഷി നല്ല രീതിയിൽ നടക്കുന്നു. അപ്പോൾ ഈശ്വര ചൈതന്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ബലരാമസ്വാമി അദ്വൈവാദൃശ്യത്തെ ഏവന അവിടെ ഉണങ്ങിക്കിടക്കുന്നതായ ഭൂമിയെ അവിടെ ബലരാമസ്വാമി കർഷകർക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കളപ്പേന്ത്യ കർഷകരാണ് ബലരാമസ്വാമി അവിടെയും കൃഷി ചെയ്തിരുന്നു. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ ധാരാളം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ധാരാളം കൂളം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉണങ്ങിക്കിടക്കുന്ന സമയമായതുകൊണ്ട് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൗജന്യമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും കൂവള തൈകൾ, അതുപോലെ തന്നെ ഓരോ നാളിലും പറ്റിയതായ പ്രത്യേക വൃക്ഷങ്ങൾ ഒക്കെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നടങ്ങിയായ ക്ഷേത്രങ്ങളെ പലതും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പലരും അതിനെ ഒരു ഗൗരവമായി പരിഗണിക്കാതെ അത് ഉണങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നും ശാശ്വതമല്ല എന്നർത്ഥം. എന്തിനാണെങ്കിലും ദാനധർമ്മം വേണം. ഇപ്പോൾ മുസ്ലിം സഹോദരന്മാരുടെ റംസാൻ പിറ കണ്ടു കഴിഞ്ഞിട്ടുള്ളതായ ദാനധർമ്മങ്ങളൊക്കെ ദിനു, ഞങ്ങളുടെ പരസ്പര ഗ്രൂപ്പിനെയും ഞങ്ങളുടെ അഭിമാനമായ ദിനു സ്നേഹദിനം അദ്ദേഹമൊക്കെ ധാരാളം സക്കാത്ത് നൽകുകയുണ്ടായി.
അപ്പോൾ വെറുതെ കിട്ടുന്നതൊന്നും ശാശ്വതമല്ല. അപ്പോൾ പരിഹാരക്രിയകൾ മുന്നോട്ട് പോകണം, ക്ഷേത്രങ്ങളിലടക്കം മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ലോക ചരിത്രത്തിൻ്റെ നെറുകയിൽ വിരാജിക്കണം ഏലാനല്ലൂർ മഹിളമാർക്കാവ് ദേവി. അപ്പോൾ അവിടെ വളരെ എരുതിര വരുന്നവർക്ക് തുരുതിര വരുന്നവർക്ക് ദേവി എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് രഥത്തിലൊക്കെ ഒക്കെ വെച്ചുണ്ടാക്കി അവിടെ താരങ്ങളും ഒക്കെ നടക്കുന്നത് ആ ക്ഷേത്രം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നുള്ള നാമജപത്തോടൊരു കാവ് തന്നെ തുടരുമ്പോൾ നമുക്കറിയാം കഷ്ടപ്പാടിൻ്റെ നിരവധി കഷ്ടപ്പാടുകളുടെ ക്ഷേത്രങ്ങളാണ് നമുക്ക് തന്ത്രങ്ങളുള്ളത്. അവിടെ എല്ലാവരും കൂടെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടെ അവധി ദിവസങ്ങൾ ശേഖരിച്ച് മണ്ണും മാറ്റി ചെടിയും നട്ട് ഒരു 10 പൈസ മുടക്കണില്ല. എല്ലാവരും അവധി ദിവസങ്ങളിൽ വന്ന് കൃത്യമായ രീതിയിൽ തന്നെ അവിടെ എടുക്കുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകുന്ന പുനരുദ്ധാന പ്രവർത്തനങ്ങളിൽ കായികമായ അധ്വാനം തന്നെയാണ് പ്രധാനം. കായികവും മാനസികമായ അധ്വാനവും മാനസികമായ സമർപ്പണത്തോടുകൂടി തന്നെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായ സമർപ്പണവും ചെയ്യുമ്പോൾ മാത്രമേ ഒരു കാവ് കാവായി നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ അവരത് ചെയ്തോളും, ഇത് ചെയ്തോളും, അവർ ചെയ്തോളും, ഇവർ ചെയ്തോളും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ എത്ര രൂപ പണിക്കൂലി കൊടുക്കണം? ഇപ്പോൾ വക്കൊള്ളി ക്ഷേത്രത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു 10 പൈസ ഇന്ന് വരെ നമ്മൾ മുടക്കിയിട്ടില്ല. നമ്മളെല്ലാവരും കൂടി അവിടെ ആ കല്ലൊക്കെ മാറ്റി മണ്ണ് മാറ്റാൻ സഹായിച്ചുകൊണ്ട് അവിടെ ആ കായിക അധ്വാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 10 പൈസ മുടക്കിയിട്ടില്ല. അവിടെ മുകളിലേക്ക് ഇറക്കുന്ന സ്റ്റെപ്പുകൾ, പൂങ്കാവനം എല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. 10 പൈസ മുടക്കിയിട്ടല്ല. അതും കൊണ്ട് എന്തുണ്ടാവും? ആ ക്ഷേത്രത്തെ, ആ ദേവനെ, ആ ദേവിയെ സ്മരിക്കാനുള്ളതായ ഒരു സന്ദർഭം അവിടെ ഒത്തുകൂടുമ്പോൾ ഉണ്ടാവും. അങ്ങനെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നതായ ഉഗ്രമൂർത്തിയും അതുപോലെ തന്നെ സർവ്വവിധ സൗഭാഗ്യങ്ങളും നൽകുന്നതായ കാവാണ് ഏനാനല്ലൂർ മഹിളമാർക്കാവ് ക്ഷേത്രം. അത് സംശയമില്ല. ക്ഷേത്രത്തിൻ്റെ നിലയിലേക്ക് ഉയരാൻ പോവുകയാണ്. കാവിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഉയരുമ്പോൾ തന്നെ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ മകൻതൊഴൽ കൃത്യം കലശപൂജയ്ക്ക് ശേഷം തന്നെ ആരംഭിക്കും. മകൻതൊഴലിൻ്റെ പ്രത്യേകത ധാരാളം വിളക്കുകൾ, ചരാതകളൊക്കെ എല്ലാ അമ്മമാരും സഹോദരിമാരും കൂടി കത്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ അതിന് മുമ്പായിരിക്കുന്ന തലേ ദിവസം വൈകിട്ട് 5:30 മണിയോടെ ആരംഭിക്കുന്നതായ നമ്മളുടെ സുഹൃത്തും വളരെ അടുത്ത ആത്മീയ പ്രവർത്തനമായ ബിജു നയിക്കുന്നതായ മഹാസർവേശ്വരി പൂജ സർവർക്കും സർവ്വരീതിയിലും ക്ഷേത്രത്തിനും കുടുംബത്തിനും ലോകത്തിനും മുഴുവൻ ഐശ്വര്യം വരാൻ ഞങ്ങൾക്കോ അല്ലെങ്കിൽ ആ അമ്മമാർക്കോ അല്ലെങ്കിൽ ബിജുവിനോ അവിടുത്തെ കമ്മിറ്റിക്കാർക്കോ അവിടുത്തെ തന്ത്രിമാരായ എനിക്കോ എൻ്റെ 2 അനിയന്മാർക്കോ വേണ്ടിയിട്ടല്ല സർവേശ്വരി പൂജ നടത്തുന്നത്. എല്ലാവർക്കും അനുഗ്രഹം നൽകാനായിക്കൊണ്ടതാ വടക്കേ നടയിൽ ആ ടൈലിട്ടായിരുന്ന സ്ഥലത്ത് എല്ലാവരും അടുക്കും ചിട്ടയോടും കൂടി തന്നെ വിളക്കുകൾ ലെവലായിട്ട് വെച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് സർവേശ്വരി പൂജ നടക്കുമ്പോൾ ആ ദേശവും ഉണരുകയായി. സർവർക്കും ഐശ്വര്യം ഉണ്ടാകുന്ന നേരിട്ട് ഭഗവതിക്ക് സാങ്കല്പികമായി സമർപ്പിക്കുന്നതായ ഒന്ന്. എവിടെ നിന്നാണ് ഇത് ആരംഭിച്ചതെന്ന് സർവേശ്വരി ശരിക്കും ആരംഭിച്ചത് അമൃതാനന്ദമയി മഠത്തിൽ നിന്നാണ്. വള്ളിക്കാവിൽ നിന്ന് തുടങ്ങിയതായ അമ്മയാണ് ആദ്യം കേരളത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഒരു മാനസിക പൂജ സമർപ്പണം ചെയ്തത്. അമേരിക്കയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഓരോ സ്ഥലങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ലളിതാസഹസ്രനാമം ജപിപ്പിച്ചെങ്കിൽ ലോകം മുഴുവൻ ലളിതാസഹസ്രനാമം ജപിക്കുന്നെങ്കിൽ ലോകം മുഴുവൻ ഭദ്രകാളി ദേവിയുടെ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല. നമഃശിവായ എന്ന ഒറ്റ നാമം കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കിയ പ്രത്യക്ഷ ദൈവമായ അമൃതാനന്ദമയി ദേവി ഇന്ന് എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, ലോകത്തിൻ്റെ നെറുകയിൽ നാമം ജപത്തിൻ്റെ ശക്തി പ്രധാനമാണ്. ഈ വരുന്നതായ ഈ ഇരിങ്ങോൾക്കാവ് പൂരത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മാനസ ജപ ലഹരിയാക്കിയതായ ജപത്തിൻ്റേതായ ഒരു സംസ്കാരമുണ്ടാക്കി എടുക്കുന്നതായ പ്രശാന്ത് വർമാജി. ഇന്നുള്ള ഭജന സംഘങ്ങൾ മുഴുവനും പ്രശാന്ത് വർമാജിയിൽ നിന്ന് സ്വീകരിച്ചതായ ഒന്ന് മാത്രമേ ഉള്ളൂ. പലരും പറഞ്ഞു ഞങ്ങളുടെ മാത്രം കഴിവാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മാത്രം കഴിവ് കൊണ്ടുണ്ടായ ഭജന അല്ല. പ്രശാന്ത് വർമാജിയാണ് കേരളത്തിൽ ആദ്യം ഒരു ഭജനയുടെ സംസ്കാരം ഉണ്ടാക്കിയത്. മൂകാംബികാദേവിയുടെ നടയിൽ പട്ടിണി കിടന്ന് അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യാൻ പോയെന്ന ഒരാളെ മൂകാംബികാദേവി പ്രത്യക്ഷമായിട്ട് തന്നെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് ഇന്നും ലോകത്തിൻ്റെ നെറുകയിൽ അമേരിക്കയടക്കം മറ്റ് രാഷ്ട്രങ്ങളിലടക്കം ഭജന സംഘം നടക്കുന്നുണ്ടെങ്കിൽ വർമാജിയുടെ പ്രത്യേകത തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രശാന്ത് വർമാജിയാണ് നമ്മളുടെ സഹോദരനാണ്, നമ്മുടെ സ്നേഹിതനാണ്. ഏത് ക്ഷേത്രത്തിൽ നിന്ന് ആര് എന്നാലും അവരുടെ പേരടക്കം ഏട്ട അല്ലെങ്കിൽ ഏടത്തി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ സമീപിക്കുന്നതായ
ഒന്ന്. ആരെ കണ്ടാലും ഏത് ക്ഷേത്രത്തിൽ നിന്ന് വരുന്നതാണ് ആ ക്ഷേത്രത്തെ പറ്റി പാട്ടുപാടുന്ന, ഗാനം ആലപിക്കുന്ന, സ്നേഹത്തോടുകൂടി ഈശ്വരനെ വിളിക്കുന്ന ലോകത്തെ ഒരേ ഒരാളുണ്ടെങ്കിൽ പ്രശാന്ത് വർമാജി മാത്രമാണ്. ഏത് ദേശത്ത് നിന്ന് ആര് വന്നാലും അവരെ കണ്ടു കഴിഞ്ഞാൽ ആ മഹാദേവനെ പറ്റി ഒരു പാട്ടെങ്കിലും അപ്പോൾ ഉണ്ടാക്കി പാടുന്നതായ ഒരാൾ പ്രശാന്ത് വർമാജി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാ പ്രശാന്ത് വർമാജിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇരിങ്ങോളം നടക്കുന്നതായ പ്രശാന്ത് വർമാജിയുടെ മാനസ ജപ ലഹരിയിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.